തുടരും എന്ന സിനിമ ഏറ്റവും വലിയ ആഘോഷമാണ് തിയേറ്ററുകളിൽ തീർക്കുന്നത്. മോഹൻലാൽ ആരാധകർ മോഹൻലാലിനെ ആഘോഷിക്കുമ്പോൾ മമ്മൂട്ടി ആരാധകർക്കും മമ്മൂട്ടിയെ ആഘോഷിക്കാനുള്ള നിമിഷങ്ങൾ നൽകിക്കൊണ്ട് തന്നെയാണ് തുടരും എന്ന ചിത്രം വന്നിരിക്കുന്നത്. പല മോഹൻലാൽ സിനിമകളിലും അങ്ങനെ തന്നെയാണ്. ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മമ്മൂട്ടി റെഫറൻസോ ഇല്ലെങ്കിൽ മമ്മൂട്ടിക്ക് പറ്റിയ ഒരു ഗംഭീര റോളോ ആ ചിത്രത്തിൽ ഒരുക്കിയിട്ടുണ്ടാകും. അത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോഴിതാ തുടരുമെന്ന ചിത്രത്തിൽ മമ്മൂട്ടിക്ക് വേണ്ടി ഒരു ഗംഭീര റെഫറൻസ് ആണ് ഒരുക്കി വെച്ചത്. അത് തിയേറ്ററിൽ ആഘോഷവുമാക്കി മോഹൻലാൽ ആരാധകരും മമ്മൂട്ടി ആരാധകരും. ഇപ്പോഴിതാ അതിന്റെ ഒരു വീഡിയോ തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കാണാത്തവർ പോലും ഒന്ന് കണ്ട് ആസ്വദിച്ചു. മോഹൻലാൽ തരുൺമൂർത്തി ചിത്രം തുടരും മികച്ച പ്രതികരണത്തോടെ പ്രദർശനം തുടരുകയാണ്. മലയാളത്തിനൊപ്പം തമിഴ് തെലുങ്ക് പ്രേക്ഷകർക്കിടയിലേക്കും സിനിമയ്ക്ക് മികച്ച പ്രതികരണം ലഭിക്കുന്നുണ്ട്. ഇപ്പോഴിതാ ചിത്രത്തിലെ ഒരു വീഡിയോ ഗാനം പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. മമ്മൂട്ടിയുടെ ജോണി വാക്കർ സിനിമയിലെ ശാന്തമി രാത്രിയിൽ എന്ന ഗാനത്തിന് മോഹൻലാൽ സിനിമയിൽ നൃത്തം ചെയ്തിരുന്നു. ഈ വീഡിയോ സോങ് ആണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. സിനിമയിലെ ഒരു കല്യാണ വീട്ടിൽ ഗാനമേളയിൽ ആലപിക്കുന്ന തരത്തിലാണ് ഈ ഗാനത്തിന്റെ അവതരണം. മോഹൻലാൽ, പ്രകാശ് വർമ്മ, ബിനു പപ്പു, ഫറാൻ ഫാസിൽ എന്നിവരൊക്കെ ഈ ഗാനരംഗത്തിലും എത്തുന്നുണ്ട്. ഒറിജിനൽ ഗാനരംഗത്തിലെ മമ്മൂട്ടിയുടെ സ്റ്റെപ്പ് അനുകരിക്കുന്ന മോഹൻലാലിനെയും പ്രകാശ് വർമ്മയും ഈ രംഗത്തിൽ കാണാനും കഴിയും. തിയേറ്ററിൽ കാണികൾ നിറഞ്ഞ കൈയടി നൽകിയ സീനുകളിൽ ഒന്നായിരുന്നു ഇത്. ഈ ഒരു സംഭവം വരുമ്പോൾ പല രീതിയിലുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുകയുണ്ടായി. കാരണം മമ്മൂട്ടി മോഹൻലാൽ എന്ന വേർതിരിവ് കാണിക്കുന്ന സിനിമാക്കാരെ തന്നെയാണ് ഇത് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. മോഹൻലാൽ എന്ന് പറയുന്നത് ഒരു വലിയ വികാരം തന്നെയാണ്. പുള്ളിയുടെ ഒരു നല്ല സിനിമ വന്നാൽ അതാണ് മോളിവുഡിന്റെ മാക്സിമം. മോഹൻലാലിനെ സ്വീകരിക്കുന്ന വിധം കാണുമ്പോൾ പലർക്കും അസൂയയാണ്. അതുപോലെ തന്നെ മോഹൻലാൽ സിനിമയിലൂടെ കാണിക്കുന്ന കാര്യങ്ങളും വളരെയേറെ ശ്രദ്ധിക്കപ്പെടാറുമുണ്ട്. എന്നാൽ മറ്റ് ചില അജണ്ടകൾ ഉപയോഗിച്ച് ചിലർ പലതും കടത്താൻ ശ്രമിക്കാറുണ്ട്. അതിനെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ പ്രേക്ഷകർ മനസ്സിലാക്കിയെടുക്കുന്നതും. തുടരും സിനിമയിൽ തരുൺമൂർത്തി എന്ന മോഹൻലാൽ ഫാനായ സംവിധായകന് മമ്മൂട്ടിക്ക് കൊടുത്ത ഒരു റെസ്പെക്ട് ഉണ്ട്. അത്രയും ബഹുമാനത്തോടെയാണ് തുടരും സിനിമയിൽ മമ്മൂക്ക റെഫറൻസ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആ ബഹുമാനം ചില മമ്മൂക്ക ആരാധകരായ സംവിധായകർ കണ്ട് സ്വയം വിലയിരുത്തുന്നത് നന്നായിരിക്കും. മോഹൻലാൽ ഹൈ ക്ലാസ് നായർ വർമ്മ പടങ്ങൾ മാത്രമേ ചെയ്യൂ എന്നൊരു പച്ചക്കള്ളം സ്റ്റേറ്റ്മെന്റ് പടച്ചുവിട്ട ദിലീഷ് പോത്തനും ആഷിഖ് അബുവും ഒക്കെ ആ ചില സംവിധായകരിൽ പെട്ടതാണ്. ഇതുപോലുള്ള സംവിധായകർ വെറുപ്പും വിവേചനവും വളർത്താനാണ് സിനിമ ഉപയോഗിക്കുന്നത് എന്നേ തോന്നും. ഇതുപോലുള്ള നട്ടാൽ കുരുക്കാത്ത നുണകൾ നിറഞ്ഞ സ്റ്റേറ്റ്മെന്റ് സിനിമകളിൽ ഉൾക്കൊള്ളിക്കുന്നത് കാണുമ്പോൾ അത്തരത്തിൽ ഹേറ്റ് സ്പ്രെഡിംഗ് ചെയ്യുന്നത് കൊണ്ടാകാം ഈ സംവിധായകരുടെ സിനിമകൾ ഒന്നും ഒരു പരിധിക്കപ്പുറം ആളുകൾ തിയേറ്ററിൽ കയറി കാണാറില്ല. പിന്നെ മോഹൻലാലിനെ ബഹുമാനിക്കണം എന്ന് പറയാനല്ല ഈ കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ബഹുമാനിക്കേണ്ട, വിമർശിക്കുകയും ചെയ്യണം. എന്നാൽ അത് കാമ്പുള്ള കാര്യങ്ങളായി വിമർശിക്കണം. അല്ലാതെ മിസ്ലീഡിംഗ് ആയ സ്റ്റേറ്റ്മെന്റ് സിനിമകളിൽ കയറ്റിയിട്ടല്ല അത് ചെയ്യേണ്ടത് എന്നുകൂടി പ്രേക്ഷകർ ഈ അവസരത്തിൽ പറയുകയാണ്. കാരണം ഒരു മോഹൻലാൽ പടത്തിൽ ഒരു മമ്മൂട്ടി റെഫറൻസ് എങ്ങനെ വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ കണ്ടു നോക്കൂ. ഇതൊക്കെയാണ് ആ ഒരു ലെജൻഡുകളെ കാണിക്കുമ്പോൾ കൊടുക്കേണ്ട സീനുകളും. ഇതുപോലല്ലേ പ്രസന്റ് ചെയ്യേണ്ടത്. ഒരു ഗ്ലിംസ് എങ്കിൽ ഗ്ലിംസ് കാണിക്കുമ്പോൾ അത് പക്കയായിരിക്കണം. മോഹൻലാൽ ഫിലിമുകളിലെല്ലാം മമ്മൂക്കയെ കാണിച്ചിട്ടുള്ളതും ഇങ്ങനെ തന്നെയാണ്. എന്നാൽ ചിലർ അങ്ങനെയല്ല ചെയ്യുന്നത്. ഈ ഒരു വിരോധാഭാസത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ സോഷ്യൽ മീഡിയയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടെത്തുന്നത്.